പുലർച്ചെ 3 മണിക്കും 4:30 മണിക്കുമിടയിൽ മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾ ഉണരാറുണ്ടോ? എങ്കിൽ ഇതൊരു സാധാരണ സംഭവമല്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നായിരിക്കും ഇത്. ഒരു പ്രത്യേക കാരണവുമില്ലാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറക്കം മുറിയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, ഇതൊരു സാധാരണ ശാരീരിക പ്രതിഭാസമല്ല. പ്രപഞ്ചം നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവ്യ നിമിഷമാണത്. ഇന്നത്തെ വീഡിയോയിൽ പുലർച്ചെയുള്ള ഈ ഉണർവിന് പിന്നിലെ ആഴത്തിലുള്ള ആത്മീയ രഹസ്യങ്ങൾ, ഇതിന് പിന്നിലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കോൺസെപ്റ്റുകൾ, പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ത്, ഇതെങ്ങനെ കണ്ടുപിടിക്കാം, നാം എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്തുകൂടാ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. നിങ്ങളെ ബാധിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും 2-3 പോയിന്റുകൾ മാത്രമായിരിക്കാം. പക്ഷേ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. പുലർച്ചെ 3 മണിക്കും 4:30ക്കും ഇടയിലുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത്. പുലർച്ചെ 3 മണിക്കും 4:30 മണിക്കും ഇടയിലുള്ള സമയം ശാസ്ത്രീയമായി നമ്മുടെ ശരീരത്തിലെ ഉറക്ക ഉണർവ് ചക്രമായ സർക്കാഡിയൻ ഋതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളോ മാനസിക സമ്മർദ്ദമോ ആയി കണക്കാക്കാം. എന്നാൽ ആത്മീയ തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് പ്രകൃതിയും പ്രപഞ്ചവും അങ്ങേയറ്റം ശാന്തമാണ്. ഈ ശാന്തതയാണ് പരമമായ ശക്തിയുമായി കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യമൊരുക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ശബ്ദം കുറയുകയും ഹൃദയത്തിന്റെ ശബ്ദം ഉയരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമയമാണ്. അതുകൊണ്ടുതന്നെ ദൈവം നമ്മളോട് സംസാരിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമയമായി ഇതിനെ കണക്കാക്കാം. ദിവ്യമായ അലാം ക്ലോക്ക്, ദ ഡിവൈൻ ക്ലോക്ക്. പുലർച്ചെ നിങ്ങൾക്ക് മൂത്രശങ്ക അനുഭവപ്പെട്ട് ഉണരുന്നത് പലപ്പോഴും ഒരു സ്വാഭാവിക ശാരീരിക പ്രവർത്തനമായി നമ്മൾ തള്ളിക്കളയാറുണ്ട്. എന്നാൽ ആത്മീയ വീക്ഷണത്തിൽ ഇതിനെ ദിവ്യമായ അലാം ക്ലോക്കായി കണക്കാക്കാം. പ്രപഞ്ചം നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായി നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന ഊർജം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ഊർജവും വർദ്ധിക്കുന്നു. ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. പ്രപഞ്ച ഊർജം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ മനസ്സിൽ ദൃഢമായി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ഇരട്ടിയിലധികം ശക്തി ലഭിക്കുന്നു. അതിനാൽ പുലർച്ചെയുള്ള ഈ യാദൃച്ഛികമായ ഉണർവിനെ ഒരു സാധാരണ സംഭവമായി തള്ളിക്കളയരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു വിലപ്പെട്ട ദാനമായി ഇതിനെ കാണുക. ആദ്യമായി ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹൈന്ദവ പൗരാണിക ഗ്രന്ഥങ്ങളിലും ആയുർവേദത്തിലും ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂറും 36 മിനിറ്റും മുൻപുള്ള സമയമാണിത്. അതായത് കേരളത്തിലെ സാധാരണ സമയക്രമമനുസരിച്ച് ഇതേകദേശം പുലർച്ചെ 3 മണിക്കും 4:30നും അടുത്തായിരിക്കും. എന്നാൽ ഓരോ ദിവസത്തെയും സൂര്യോദയ സമയമനുസരിച്ച് ഈ സമയത്തിൽ നേരിയ മാറ്റങ്ങൾ വരും. ബ്രഹ്മം എന്നാൽ സൃഷ്ടിയെന്നും മുഹൂർത്തമെന്നാൽ സമയമെന്നും അർത്ഥമാക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ സമയം സൃഷ്ടിക്കാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് രൂപം നൽകാനും ഏറ്റവും അനുയോജ്യമാണ്. അമൃതവേളയും ദേവീദേവന്മാരുടെ സാന്നിധ്യവും. പുരാണങ്ങളിൽ ഈ സമയത്തെ അമൃതവേള എന്നും വിശേഷിപ്പിക്കുന്നു. അമൃത് പോലെ വിലപ്പെട്ട സമയം. ഈ സമയത്ത് ഭൂമിയിൽ അലൗകിക ശക്തികളുടെയും സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിവേഗം ഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഈശ്വരന്റെ ചൈതന്യം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ നമ്മുടെ മനസ്സ് വളരെ വേഗത്തിൽ പോസിറ്റീവ് എനർജിയുമായി ബന്ധപ്പെടുന്നു. പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ഇത് ഈശ്വരൻ നൽകുന്ന ഒരു ശുഭസൂചനയായി കണക്കാക്കാം. മുൻജന്മ സുകൃതം കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ കൂടെയുള്ളതുകൊണ്ടോ മാത്രമാണ് ഈ സമയത്ത് ഉണരാൻ സാധിക്കുന്നത്. ഇത് മോശം സമയം മാറി നല്ല കാലം വരുന്നു എന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ്. ആത്മീയമായ ഒരു പുതിയ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാം. അടുത്തതായി ആയുർവേദ വീക്ഷണം എന്താണെന്ന് പരിശോധിക്കാം. ആയുർവേദ പ്രകാരം പുലർച്ചെ 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം വാതകാലമാണ്. വാതം, പിത്തം, കഫം എന്നിവയാണ് പ്രധാന ദോഷങ്ങൾ.
വാതത്തിന്റെ പ്രധാന ധർമ്മം ചലനമാണ്, അതായത് മൂവ്മെന്റ്. ഈ സമയത്ത് ശരീരത്തിൽ വാതത്തിന്റെ ചലനം സജീവമാകുന്നു. ഈ വാതചലനം കാരണം ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള പ്രക്രിയകൾ ഊർജ്ജസ്വലമാകുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് പലർക്കും മൂത്രശങ്ക അനുഭവപ്പെടുന്നതും മലവിസർജനത്തിനുള്ള പ്രേരണയുണ്ടാകുന്നതും. ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് ശരീരത്തിന്റെ പ്രകൃതിപരമായ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ദഹനം പൂർത്തിയാക്കി ശരീരത്തെ അടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കുകയും ചെയ്യുന്നു. വാതകാലം മനസ്സിന്റെ ചലനങ്ങളെയും ചിന്തകളെയും കൂടുതൽ വ്യക്തതയുള്ളതും ലഘുവായതുമാക്കാൻ സഹായിക്കും. ആയുർവേദ വിലക്കുകൾ. ഗർഭിണികൾ, തീവ്രരോഗികൾ, ചെറിയ കുട്ടികൾ എന്നിവർ ഈ സമയത്ത് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. അവരുടെ ശരീരം പൂർണ്ണ വിശ്രമം അർഹിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ അതിരാവിലെയുള്ള, പ്രത്യേകിച്ച് പുലർച്ചെ 3 മണിയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ആഴത്തിലുള്ള ആത്മീയ തലങ്ങളുണ്ട്. ബൈബിൾ വചനങ്ങളിലും സഭാചരിത്രത്തിലും ഇതിനു നൽകിയ പ്രാധാന്യം നമുക്ക് പരിശോധിക്കാം. 1. യേശുക്രിസ്തുവിന്റെ മാതൃക. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃക യേശുക്രിസ്തു തന്നെയാണ്. പകൽ സമയത്തെ വലിയ ജനത്തിരക്കുകൾക്കും രോഗശാന്തി ശുശ്രൂഷകൾക്കും മുൻപായി ദൈവപിതാവുമായി സംസാരിക്കാനും ശക്തി സംഭരിക്കാനും യേശു തിരഞ്ഞെടുത്തത് അതിരാവിലെയുള്ള സമയമാണ്. ബൈബിളിൽ മർക്കോസ് 1:35 ഇങ്ങനെ പറയുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ടു, നിർജ്ജനമായൊരു ദിക്കിൽ ചെന്ന് പ്രാർത്ഥിച്ചു. 2. രാത്രിയുടെ 4-ാം യാമം, ദ 4th വാച്ച് ഓഫ് ദ നൈറ്റ്. ബൈബിൾ കാലഘട്ടത്തിൽ റോമൻ രീതി അനുസരിച്ച് രാത്രിയെ 4 യാമങ്ങൾ, അതായത് വാച്ചസ് ആയി തിരിച്ചിരുന്നു. അതിൽ പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് 4-ാം യാമം. ആത്മീയമായി ഈ സമയത്തിന് വലിയ പ്രസക്തിയുണ്ട്. അത്ഭുതങ്ങളുടെ സമയം. മത്തായി 14:25 കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു വെള്ളത്തിനു മീതെ നടന്നുവരുന്നത് ഈ 4-ാം യാമത്തിലാണ്. അതിനാൽ ഇരുട്ടിൽ നിന്നുള്ള വിടുതലിന്റെയും അത്ഭുതങ്ങളുടെയും സമയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇസ്ലാം മതത്തിൽ അതിരാവിലെയുള്ള സമയത്തിന്, പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനത്തെ 1/3 ഭാഗത്തിന്, ഏകദേശം പുലർച്ചെ 3 മണി മുതൽ പ്രഭാതം വരെയുള്ള സമയത്തിന് അങ്ങേയറ്റം പ്രാധാന്യവും പുണ്യവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു വ്യക്തിക്ക് സ്രഷ്ടാവുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണിത്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ സമയത്തിന്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. തഹജ്ജുദ് നിസ്കാരം, രാത്രിയിലെ പ്രാർത്ഥന. ഇസ്ലാമിലെ നിർബന്ധമായ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഐച്ഛിക പ്രാർത്ഥനയാണ് തഹജ്ജുദ്. സുഖകരമായ ഉറക്കം ഉപേക്ഷിച്ച് പുലർച്ചെ എഴുന്നേറ്റ് അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഉന്നതമായ ആത്മീയ നിലവാരത്തെ സൂചിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുടക്കാതിരുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. 2. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സുവർണ സമയം. രാത്രിയുടെ അവസാനത്തെ 1/3 സമയം പ്രാർത്ഥനകൾക്ക്, അതായത് ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമാണെന്ന് പ്രവാചക വചനങ്ങൾ വ്യക്തമാക്കുന്നു. 3. വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ. പുലർച്ചെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഖുർആൻ പലയിടത്തും പ്രശംസിച്ചിട്ടുണ്ട്. സൂറത്തുൽ അസ്-സജ്ദ 32:16. തങ്ങളുടെ രക്ഷിതാവിനെ ഭയത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കുവാനായി കിടപ്പുമുറികളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകന്നു നിൽക്കുന്നതാണ്. അവർ ഉറക്കമുണർന്ന് പ്രാർത്ഥിക്കും. സൂറത്തുൽ അൽ-മുസമ്മിൽ 73:6. പുലർച്ചെ ഉണർന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. രാത്രിയിലുള്ള ഉണർന്നെഴുന്നേൽപ്പ് മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നതും വാക്കിനെ കൂടുതൽ വ്യക്തത നൽകുന്നതുമാണെന്ന് ഖുർആൻ പറയുന്നു. ചുരുക്കത്തിൽ, ഇസ്ലാമിക വിശ്വാസപ്രകാരം പുലർച്ചെ 3 മണി എന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാനും ആവശ്യങ്ങൾ സ്രഷ്ടാവിനോട് നേരിട്ട് ചോദിച്ചു വാങ്ങാനും വരും ലോകത്തേക്കുള്ള പ്രതിഫലം സമ്പാദിക്കാനുമുള്ള ഏറ്റവും വിലപ്പെട്ട സമയമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നാം എന്തൊക്കെ ചെയ്യണമെന്ന് പരിശോധിക്കാം. നിങ്ങളുടെ മതവിശ്വാസമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. 1. സ്വപ്നങ്ങൾ ഓർത്തെടുക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. പ്രപഞ്ചം മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ പലപ്പോഴും സ്വപ്നങ്ങളെ ഉപയോഗിക്കാറുണ്ട്. പുലർച്ചെ ഉണരുമ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് വ്യക്തതയുണ്ടാകാനും അവ ഓർമ്മയിൽ നിൽക്കാനും സാധ്യത കൂടുതലാണ്. ദൈവിക സന്ദേശം. ഈ സമയത്ത് കണ്ട സ്വപ്നങ്ങളിൽ എന്തെങ്കിലും ദൈവിക സന്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിനുള്ള പരിഹാരമോ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുക. വിവേചിച്ചറിയുക.
സ്വപ്നം ഒരു സാധാരണ ചിന്തയാണോ അതോ ഒരു ദിവ്യ സന്ദേശമാണോ എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് വിവേചിച്ചറിയുക. ഈ സമയത്തെ ശാന്തമായ മനസ്സ് അതിന് നിങ്ങളെ സഹായിക്കും. 2. മനസ്സ് ശാന്തമാക്കി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഈ സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി നീക്കിവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ലക്ഷ്യബോധവും കൊണ്ടുവരും. ദൈവസാന്നിധ്യത്തെ ക്ഷണിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ സാന്നിധ്യത്തെ ക്ഷണിക്കുക. ഈ നിമിഷം നിങ്ങൾക്കും ദൈവത്തിനുമിടയിൽ മറ്റൊന്നുമില്ല. നന്ദി പറയുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കും വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുക. നന്ദിയുള്ള ഒരു ഹൃദയം കൂടുതൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കും. ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. 5 മുതൽ 10 മിനിറ്റ് വരെ നിശബ്ദമായിരുന്ന് ധ്യാനിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രപഞ്ചത്തിന്റെ പവിത്രമായ ഊർജം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ശാന്തമായ നിമിഷത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയേക്കാം. 3. ആഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുക. ഡെക്ലറേഷൻസ്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയേറുന്ന സമയമാണിത്. അതുകൊണ്ടുതന്നെ പോസിറ്റീവായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. വിശ്വാസം പ്രഖ്യാപിക്കുക. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുക. വാഗ്ദാനങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെയും കുടുംബത്തിന്റെയും മേൽ നിറവേറുമെന്ന് ഈ സമയത്ത് പ്രഖ്യാപിക്കുക. എന്റെ എല്ലാ സാഹചര്യങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം ദൈവത്തിനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ഭാവി ശോഭനമായിരിക്കും എന്ന് ആവർത്തിച്ചു പറയുക. മറ്റു പ്രായോഗിക കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മുഖം കഴുകുക. ഉണർന്ന ശേഷം മുഖവും കൈകാലുകളും തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് ശരീരത്തിലെ മടി മാറ്റാനും വാതകാലം നൽകുന്ന ചലനത്തെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. ഗായത്രി മന്ത്രവും ജലവും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിനു മുകളിൽ കൈവച്ച് 11-21 തവണ ഗായത്രി മന്ത്രം ജപിക്കുക. ശേഷം നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ദൃഢമായി വിചാരിച്ച് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ജലത്തിന് എനർജി ഉൾക്കൊള്ളാനുള്ള പ്രത്യേക കഴിവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സങ്കല്പങ്ങളുടെ ശക്തി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയമാണിത്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതാണ്. ഇവ വ്യക്തിഗതവും സാമൂഹികപരവുമായ നേട്ടങ്ങളാണ്. വ്യക്തിത്വ സവിശേഷതകൾ. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുന്നവർ പൊതുവെ മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും. മനോനില. നല്ല മനസ്സിനുടമകളും ശാന്ത സ്വഭാവക്കാരുമായിരിക്കും ഇവർ. കരുണ. മറ്റുള്ളവരോട് കരുണയും സ്നേഹവുമുള്ളവരായിരിക്കും. ഇവർ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ചിട്ടയും ബുദ്ധിയും. ബുദ്ധിയും പോസിറ്റിവിറ്റിയും നിറഞ്ഞ ഇവർ അടുക്കും ചിട്ടയുമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ കുറവായിരിക്കും. സഹായ മനസ്കത. ആപത്ത് ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. ഐശ്വര്യവും ഭാഗ്യവും. പുലർച്ചെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ വീടിനും കുടുംബത്തിനും ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരും. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം. അതിരാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കുന്നവരുടെ വീടുകളിൽ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ദാരിദ്ര്യമകന്ന് സുഖസമൃദ്ധി നിറയും. സൂര്യന്റെ അനുഗ്രഹം. അതിരാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഏൽക്കുന്നത് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിനും വലിയ ഭാഗ്യോദയത്തിനും കാരണമാകുന്നു. സൂര്യൻ ആരോഗ്യം, ആത്മാഭിമാനം, വിജയം എന്നിവയുടെ ദേവനാണ്. ശുഭലക്ഷണങ്ങൾ. ഉറക്കമുണരുമ്പോൾ ശംഖിന്റെ നാദമോ ക്ഷേത്രത്തിലെ മണിയടിയോ പ്രകൃതിയിലെ മറ്റു മധുര ശബ്ദങ്ങളോ കേൾക്കുന്നത് ഈശ്വരന്റെ പ്രത്യേക കൃപ നിങ്ങളിലുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അതുപോലെ അതിരാവിലെ പശുവിനെ കണി കാണുന്നതും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. ഇതൊക്കെ വെറുതെ കേട്ട് മറന്നുപോകാനുള്ളതല്ല, ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അതിനുവേണ്ടി 41 ദിവസത്തെ ചാലഞ്ച്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ അതിന് ഒരു ചിട്ടയായ പരിശ്രമം ആവശ്യമാണ്. അതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് 41 ദിവസം തുടർച്ചയായി പരിശീലിക്കുന്നത്. തുടർച്ചയായി 41 ദിവസം ഒരു മുടക്കവുമില്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. 41 ദിവസമെന്നത് മനസ്സിനെയും ശരീരത്തെയും ഒരു പുതിയ ശീലത്തിലേക്ക് മാറ്റിയെടുക്കാനാവശ്യമായ ഒരു നിർണായക കാലയളവാണ്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
ഈ സമയത്ത് ഉണർന്നാൽ ഉടനെ തന്നെ ദേഷ്യപ്പെടുകയോ ബാത്റൂമിൽ പോയ ശേഷം ഉടൻ പോയി കിടന്നുറങ്ങുകയോ ചെയ്യരുത്. ഇത് പോസിറ്റീവ് ചലനത്തെ തടസ്സപ്പെടുത്തും. പകരം ശാന്തമായി മനസ്സിനെ ഒരുക്കുകയാണ് വേണ്ടത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന്റെ മഹത്വങ്ങൾ എത്രത്തോളമുണ്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തതിനും ചില ദോഷവശങ്ങൾ പൗരാണിക ശാസ്ത്രം പറയുന്നുണ്ട്. ഈശ്വരാരാധനയിലെ ശ്രദ്ധക്കുറവ്. ഈ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തവർക്ക് ഈശ്വരാരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഇത് ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തും. ഐശ്വര്യക്കുറവ്. പൗരാണിക വീക്ഷണപ്രകാരം കുടുംബത്തിലെ സ്ത്രീകൾ ഈ സമയത്ത് എഴുന്നേൽക്കാതിരുന്നാൽ ആ വീടുകളിൽ ഐശ്വര്യവും ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടാകില്ല. ഇത് കുടുംബത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം എന്നും പറയപ്പെടുന്നു. ഇതൊരു വിശ്വാസമാണെന്നും എന്നാൽ ചിട്ടയില്ലാത്ത ജീവിതം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്നും മനസ്സിലാക്കുക. ഊർജ്ജക്കുറവ്. വൈകി എഴുന്നേൽക്കുന്നത് ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജത്തെയും ബാധിക്കും. പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലുള്ള സമയം നഷ്ടപ്പെടുത്തുന്നതിലൂടെ പകൽ സമയങ്ങളിൽ കൂടുതൽ ആലസ്യവും ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവസാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുലർച്ചെ 3 മണിക്കും 4:30ക്കും ഇടയിലുള്ള ഈ ഉണർവ് വെറുമൊരു യാദൃച്ഛികതയോ ശാരീരിക പ്രക്രിയയോ അല്ല. മറിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാനുമായി പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ദാനമാണ്. ഈ സമയം ബ്രഹ്മമുഹൂർത്തമെന്നറിയപ്പെടുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ഊർജം വർദ്ധിക്കുന്നതും ദിവ്യമായ ഊർജം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നതുമായ സമയമാണിത്. നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ പാഴാക്കരുത്. ഈ സമയം നിങ്ങൾ എന്ത് സങ്കൽപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലായിരിക്കും. നിങ്ങളുടെ ഭയങ്ങളും ആശങ്കകളും കുറയ്ക്കാനും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളും ലക്ഷ്യബോധവും കൊണ്ടുവരാനും എല്ലാ ദിവസവും ഈ രീതി പിന്തുടരുന്നത് നിങ്ങളെ സഹായിക്കും. ഉറച്ച വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങുക. നാളെ മുതൽ നിങ്ങൾ പുലർച്ചെ ഉണരുമ്പോൾ അത് ദൈവത്തിന്റെ വിളിയാണെന്ന് തിരിച്ചറിയുക. ശാന്തമായിരിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.